തെരഞ്ഞെടുപ്പ് വിജയത്തിന് പുറകെ രഹസ്യയോഗം ചേർന്ന UDF അനുകൂല പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റേണ്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് തയ്യാറാക്കി UDF നേതൃത്വത്തെ അറിയിക്കുന്നതിന് തീരുമാനിച്ചെന്നാണ് ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്നുള്ള വിവരം. സന്തോഷ് സർലിംഗ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സന്തോഷ്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ UDFന്റെ വിജയത്തിന് പിന്നാലെ ഈ പാലക്കാട് CPIM ഓഫീസിന് നേരെയുള്ള UDFന്റെ ആക്രമണം. ഇപ്പോൾ അതിന് സമാനമായി അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നുകൂടിയാണ് ഇത്തരത്തിൽ UDF അനുകൂല പോലീസ് ഉദ്യോഗസ്ഥരുടെ രഹസ്യയോഗം ചേർന്നു എന്നുള്ളത്. എന്താണ് ഈ യോഗവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? ആര്യ, ഇന്നലെ അസാധാരണമായ രീതിയിലാണ് പാലക്കാടിലെ പോലീസ് നേതൃത്വം പെരുമാറിയത്. ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോലീസൊക്കെ കയറുകയും അവിടുത്തെ പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഇന്നലെ രമേശ് പിഷാരടിയുടെ ഈ പ്രചാരണത്തിന് തൊട്ട് മുമ്പ് രമേശ് പിഷാരടി താമസിക്കുന്ന പാലക്കാടിലെ ഹോട്ടലിലെത്തി, സ്വകാര്യ ഹോട്ടലിലെത്തി ഈ UDF അനുകൂല പോലീസുകാർ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം എന്നിവരെയൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇവരുടെ അറിവോടുകൂടിയാണ് ഇപ്പോൾ ഈ വിജയിച്ച സമയത്ത് തന്നെ ഉടൻ തന്നെ എത്തി രമേശ് പിഷാരടിയെ കണ്ടിരിക്കുന്നത്. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ അതിനുശേഷമാണ് ഈ ആസൂത്രിതമായ രീതിയിൽ ആക്രമണം ഒക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സംശയത്തിലേക്ക് പോകുന്നത്. കാരണം ഈ സ്ഥലം മാറ്റേണ്ട പോലീസുകാരുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി ഇവർ UDF നേതൃത്വത്തിന് കൈമാറിയതായി വിവരമുണ്ട്. പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിൽ നിന്ന് ജയിച്ച ഏകയാൾ രമേശ് പിഷാരടി മാത്രമാണ്. അതുകൊണ്ടാണ് രമേശ് പിഷാരടിയിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത്. രമേശ് പിഷാരടി വഴി UDF നേതൃത്വവുമായി ബന്ധപ്പെട്ട പാലക്കാടിലെ പോലീസ് നേതൃത്വത്തെ ഒന്നടങ്കം മാറ്റുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പോലീസ് അസോസിയേഷന് തന്നെ സംശയമുണ്ട്. കാരണം ജില്ലയിൽ UDF അനുകൂല പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം നിലനിർത്തുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്ന് തന്നെയാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്ന വിവരം. പക്ഷെ എന്തായാലും ഇന്നലെ ഇവരുടെ ഈ സന്ദർശനം വളരെ ദുരൂഹവും ആസൂത്രിതവുമായിട്ടാണ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും കാണുന്നത്. ശരി, സന്തോഷ് സർലിംഗ് ആണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.